ഗുരുവായൂർ അമ്പലനടയിൽ ജയ ജയ ജയയ്ക്ക് ശേഷം വിപിൻദാസ് സംവിധാനം ചെയ്ത് മലയാളത്തിലെ വിജയ സംവിധായകരും അഭിനേതാക്കളുമായ പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രങ്ങളായി വെള്ളിത്തിരയിൽ എത്തിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ട്രെയിലറിലും പ്രൊമോഷൻ പരിപാടികളിലും ടീസറിലും പോസ്റ്ററിലുമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് രസകരമായി അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജും ബേസിലും നല്ല വൃത്തിയായി തന്നെ അവരവരുടെ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങളും ടൈമിങ്ങും ഒക്കെ തന്നെ വളരെ മനോഹരമായിരുന്നു. അവരെ കൂടാതെയുള്ള അഭിനേതാക്കൾ ആയാലും സിനിമയിൽ മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെച്ചു. നിഖില വിമൽ, അനശ്വര രാജൻ, രേഖ, കനകം തുടങ്ങിയവരും ജഗദീഷ്, ബൈജു, യോഗി ബാബു, ഇർഷാദ്, സിജു സണ്ണി തുടങ്ങിയവരും ശ്രദ്ധേയമായ അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു. ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്ന അരവിന്ദിനെയും അജു വർഗീസിനെയും ഒക്കെ സിനിമയിൽ നല്ല സ്പേസ് കൊടുത്ത് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ഉത്സവ അന്തരീക്ഷമുള്ള സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പടം തുടങ്ങുന്നത് മുതൽ കോമഡി നിറച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. മുൻപ് വന്നുപോയിട്ടുള്ള കുറേ മലയാള സിനിമകളുടെ റഫറൻസും സ്പൂഫ് രംഗങ്ങളും ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്ദനം മുതൽ ദൃശ്യം വരെയുള്ള ചിത്രങ്ങളുടെ റഫറൻസുകളും മറ്റും ഗുരുവായൂർ അമ്പലനടയിൽ അവിടെ ഇവിടെയായി നമുക്ക് കാണാം. അവയെല്ലാം ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ സിനിമയുടെ കഥയുമായി ബ്ലെൻഡ് ചെയ്ത് പോകുന്ന തരത്തിൽ തന്നെ അണിയറ പ്രവർത്തകർ അവതരിപ്പിച്ചിട്ടുണ്ട്. തമാശ രംഗങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒന്നാം പകുതിയിലാണ് സിനിമയിലെ 75% കോമഡി രംഗങ്ങളും സംഭവങ്ങളും വരുന്നതെന്ന് വ്യക്തിപരമായി തോന്നി. ഇടവേളയ്ക്ക് മുമ്പ് ഒത്തിരി ചിരി പടർത്തുന്ന രംഗങ്ങളും രസകരമായ ചെറിയ ചെറിയ ട്വിസ്റ്റുകളും ബേസിൽ ജോസഫിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ചില നർമ്മ മുഹൂർത്തങ്ങളും നിറഞ്ഞു നിന്നിരുന്നു. ഇടവേളയ്ക്ക് ശേഷം ചിത്രം ഏകദേശം ഊഹിക്കാവുന്ന തരത്തിൽ പോകുന്നതായും ഹ്യൂമറുകളുടെ ഗ്രാഫ് താഴ്ന്നു പോകുന്നതായും പേഴ്സണലി തോന്നി. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ 90കളിലെ ചില കോമഡി ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ വൻ ക്രൗഡഡായ ഒരു കല്യാണ സെറ്റപ്പും അതിനിടയിൽ നടക്കുന്ന ഒരു വലിയ സീരിയസ് അല്ലാത്ത ഫൈറ്റ് രംഗങ്ങളും നിറഞ്ഞതായിരുന്നു. അതും തരക്കേടില്ലാത്ത തരത്തിൽ സംവിധായകൻ ചിത്രീകരിച്ചതായി തോന്നി. ടോട്ടലി നോക്കുമ്പോൾ ഒന്നാം പകുതിയായിരുന്നു വളരെ മികച്ചതെന്ന് തോന്നിയതെങ്കിലും കുടുംബങ്ങൾക്കും യുവാക്കൾക്കും തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ കളർഫുള്ളായി ചിത്രീകരിച്ചിരിക്കുന്ന കോമഡിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഉത്സവാന്തരീക്ഷമുള്ള ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഈ അവധിക്കാലത്തിൻ്റെ അവശേഷിക്കുന്ന ദിനങ്ങൾ കളറാക്കുവാൻ വേണ്ടി ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം തിയേറ്ററിൽ തന്നെ കാണാൻ സജസ്റ്റ് ചെയ്യുന്നു.